Hello friends, your family counselor Abhilash Chambath welcome you all to this new video of this new channel. നമ്മുടെ പുതിയ ചാനലാണ്. നമ്മുടെ പുതിയ ചാനൽ എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ്. ഫസ്റ്റ് ചാനൽ അഭിലാഷ് ചമ്പത്ത് ട്രാവൽ ഫുഡ് ഹെറിറ്റേജ്, അത് ട്രാവൽ റിലേറ്റഡ് ആണ്. പിന്നെ ഡിറ്റക്റ്റീവ് വിൻസെന്റ് ഗോൺസാൽവസ് സോഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ സൈക്കോളജിക്കൽ മെത്തേഡ്സിലുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ രീതിയിലുള്ള അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ചാനലാണ്. മൂന്നാമത്തെ ചാനലാണ് നമ്മുടെ ഇത് അഭിലാഷ് ചമ്പത്ത് യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചമ്പത്ത് എന്നുള്ള ഈ ചാനൽ. ഒരുപാട് നാളുകളായി എൻ്റെ ക്ലയൻസും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണെങ്കിലും ഈ കൗൺസിലിംഗ് പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഇതുപോലെ ഒരു സെഷൻ പോലെ ക്ലാസ്സുകൾ പോലെ ചെയ്തുകൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങളായിട്ടത് എൻ്റെ മനസ്സിലുള്ള കാര്യം ആയിരുന്നു. പിന്നെ ആക്ച്വലി നമ്മൾ ഷോർട്ട് ഫിലിം തുടങ്ങിയ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡിറ്റക്റ്റീവ് വിൻസെന്റ് ഗോൺസാൽവസ് സോഷ്യൽ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ഉദ്ദേശം തന്നെ എന്ന് പറയുന്നത് എന്താ പറയുക, ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത് ഒരു മൈൻഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, മൈൻഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കൗൺസിലിംഗ് രൂപത്തിൽ ഇങ്ങനെ ഈ സെഷൻസിൽ ഇവിടെ പറയുന്നതിനേക്കാൾ ഉപരി ഒരു സ്റ്റോറി രൂപത്തിൽ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകളായിട്ട് അങ്ങനെ ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടി കുറച്ച് സമയമെടുത്തത്. കാരണം അതിൽ ആ ഷോർട്ട് ഫിലിമിൻ്റെ ചാനലിലൂടെ നമുക്ക് സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് സിനിമാ രൂപത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങാൻ വൈകിയത്. പക്ഷേ എന്താ അവിടെ ഒരു സാങ്കേതികമായിട്ട് പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷോർട്ട് ഫിലിംസ് എടുത്ത് സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറുക പറയുന്നത് അത്ര ഈസി അല്ല. ബിക്കോസ് നമുക്ക് ഒരു വർഷം ചിലപ്പോൾ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു വർഷം സമൂഹത്തിലേക്ക് ഒരു സന്ദേശം കൊടുത്താൽ പോരല്ലോ, സൈക്കോളജിക്കൽ ബേസ്ഡ് ഒരു സന്ദേശം കൊടുത്താൽ പോരല്ലോ. അപ്പോൾ ഇത്തരം സെഷൻസ് ആണെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് ദിവസം വേണമെങ്കിൽ 1, 2, 3 കണ്ടന്റ്സ് വേണമെങ്കിൽ കൊടുക്കാം, അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനൊരു പുതിയ ചാനൽ ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം, ഒരുപാട് വർഷത്തെ ആവശ്യപ്രകാരം ഞാൻ ഈ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചമ്പത്ത് എന്നുള്ളതാണ് ഈ നമ്മുടെ സൈക്കോളജിക്കൽ അവയർനെസ് പ്രോഗ്രാമിൻ്റെ പുതിയ ചാനലിൻ്റെ പേര്. ഇതിനകത്ത് നിങ്ങൾക്ക് രസകരമായിട്ട് ഒരുപാട് വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങളിൽ വരും. ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. ഈ ചാനൽ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ ഈ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കാഷ്വൽ ടോക്കാണ് കേട്ടോ. നമ്മൾ ഭയങ്കര ഫോർമലായിട്ട് മസിൽ പിടിച്ച് ചില ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഭയങ്കര ഫോർമലായിട്ട് ചിരിക്കാത്ത മസിലൊക്കെ പിടിച്ചിങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതുപോലത്തെ അവയർനെസ് പ്രോഗ്രാമുകൾ, ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ്. അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എൻ്റെ രീതികൾ തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചമ്പത്ത് എന്നുള്ള ഒരു ചാനലിൻ്റെ ഓബ്ജക്റ്റീവിനെ കുറിച്ച് ഞാൻ പറയാം. മൈൻഡ് എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുമാർ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിലി കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി ഒരു സൈക്കോളജിസ്റ്റാണ്, ഒരു സൈക്കോ തെറാപ്പിസ്റ്റാണ്, ഒരു കൗൺസിലറാണ്, ഒരു ഫാമിലി കൗൺസിലറാണ്, ഒരു ഗൈഡൻസ് കൗൺസിലറാണ്, അങ്ങനെ ഒരു കരിയർ കൗൺസിലറാണ്. ജനറലി ഒരു കൗൺസിലിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് പ്രൊഫഷണൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം അനായാസമാക്കി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന തരം പ്രൊഫഷണൽസാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന സൈക്കാട്രിസ്റ്റ് ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഫാമിലി കൗൺസിലർ ആയിക്കോട്ടെ, സൈക്കോ തെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, സോഷ്യൽ വർക്കർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാറ്റഗറി ഉള്ള ആൾക്കാരെല്ലാം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നാണ് പറയുക. ഈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയിട്ട് ഇപ്പോൾ 2024 അവസാനമാണ്, 2025 പ്രവേശിക്കുന്ന ഒരു സമയം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഡിസംബർ 28 ഓക്കെ, ഡിസംബർ 28, 2024. ഈ ഒരു ദിവസത്തിൽ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കേട്ടോ, ഞാൻ ഒരു പോയിന്റ് പോലും പ്രിപ്പയർ ചെയ്യാതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആക്ച്വലി ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ആ ഒരു കാര്യമുണ്ട്, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് പോലും അറിയാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അനുദിനം നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. ഈ മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, കൗൺസിലർ ആയിക്കോട്ടെ, സോഷ്യൽ വർക്കർ ആയിക്കോട്ടെ, സൈക്കാട്രിസ്റ്റ് ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലായ്മ, അവബോധമില്ലായ്മ ജനങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്കൊരു പേടി വരുന്നു, ഒരു അകാരണമായ പേടി വരുന്നു, ഒരാൾക്ക് ഉറക്കം വരുന്നില്ല, ഒരാൾക്ക് സങ്കടമാണ്,
ഒരാൾക്ക് ഭയങ്കര വിഷാദമാണ്, ഒരാൾക്ക് എപ്പോൾ നോക്കിയാലും സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് എപ്പോഴും ടെൻഷനാണ്, എന്തൊരു കാര്യത്തിനും പോകുമ്പോഴും ഭയങ്കര ടെൻഷൻ, ഓവർ തിങ്കിങ് ഒക്കെയാണ്. ചില ആൾക്കാർക്ക് കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള തരം പേടികളാണ്. അത് അൺയൂഷ്വൽ ഫിയർ എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയും. അൺയൂഷ്വൽ ഫിയർ ആണ്. ചില ആൾക്കാർക്ക് വിട്ടുമാറാതെ തലവേദനയായിരിക്കും. എന്ത് മരുന്ന് കഴിച്ചിട്ടും ഈ തലവേദന മാറുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ചില ആൾക്കാർക്ക് വിട്ടുമാറാത്ത വയറുവേദനയായിരിക്കും. എന്ത് മരുന്ന് കഴിച്ചിട്ടും എന്ത് സ്കാനിങ് എടുത്തിട്ടും എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഈ വയറുവേദന വിട്ടുമാറുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഇവർക്ക് വിട്ടുപോകുന്നില്ല. എത്ര ടെസ്റ്റ് എടുത്തിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും ഇവർക്ക് ഈ അസുഖങ്ങളൊന്നും മാറുന്നില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ആങ്സൈറ്റി, സ്ട്രെസ് പോലെയുള്ള വല്ല ഫാക്ടർ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിക്ക് ഇവർക്ക് എന്തൊക്കെ ശാരീരികമായിട്ടുള്ള ചികിത്സ, ശാരീരികമായിട്ടുള്ള മരുന്ന് കൊടുക്കാനുള്ള ചികിത്സ ചെയ്താലും ഇവർക്ക് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറില്ല. ഒപ്പം തന്നെ മനസ്സമാധാനക്കേടും, ഒപ്പം തന്നെ ആകെ മൊത്തം ഒരു സുഖമില്ലായ്മയും, ഒപ്പം തന്നെ തലവേദന, ഛർദി, അല്ലെങ്കിൽ തലകറക്കം, ഇങ്ങനത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ വയ്യ, അത് മീനിങ് മാറിപ്പോവും. അത്തരം അവസ്ഥകളും ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും അതൊരു മനസ്സിൻ്റെ പ്രശ്നം കൂടെ ആവാം എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും ചിന്തനീയമായ ഒരു വിഷയം തന്നെയാണ് എന്നുള്ളതാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യുന്ന ജനങ്ങളുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കൗണ്ട്ലെസ് ആണ്. നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ജനങ്ങളുടെ പ്രോബ്ലംസ് ആണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഓരോ ദിവസവും സമൂഹത്തിൽ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നതാണ് ജനങ്ങൾക്ക് മനസ്സിനെക്കുറിച്ച്, മനസ്സിൻ്റെ ആരോഗ്യത്തിനെക്കുറിച്ച് ഒരു അറിവില്ല എന്നുള്ളതാണ്. മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന സെഷൻസിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞല്ലോ. മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിന് സുഖമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വട്ട്, നിനക്ക് ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ലെവലിലാണ് എല്ലാവരും അതിനെ ചിത്രീകരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ കണക്കാക്കാൻ പാടില്ല. അത് എന്തുകൊണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ മൈൻഡുമായി ബന്ധപ്പെട്ട ഒരു ഗ്രേ ഏരിയ ആണ്, അതായത് കണ്ടെത്താൻ പറ്റാത്ത ഒരു മേഖലയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു മേഖലയാണ് മൈൻഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനും മാത്രം സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു മനസ്സിന് ബുദ്ധിമുട്ടെന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ വരുന്ന, ഒരു കാറ്റഗറിയിൽ വരുന്ന, ഒരു പൊസിഷനിൽ വരുന്ന, ഒരു ഡയഗ്നൽ സ്കെയിലിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ മൈൻഡ്, മെൻ്റൽ ഹെൽത്ത് എന്നുള്ള വിഷയങ്ങൾ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പണ്ട് മെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് എന്നുള്ള കാര്യത്തിലാണ് ഈ മെൻ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മെൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മെൻ്റൽ പേഷ്യൻറ്റ്, മെൻ്റൽ ഭ്രാന്ത് എന്ന ലെവലിലാണ് ആൾക്കാർ ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇന്ന് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് ഒരുപാട് പേര് ബോധവാന്മാരാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഒരു 10-15 വർഷമായി എൻ്റെ ഈ കൗൺസിലിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കാലയളവിനുള്ളിൽ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ ഈ മൈൻഡിൻ്റെ പ്രോബ്ലംസ് എല്ലാം തുറന്നു പറയാൻ അവർ തയ്യാറായിട്ട് വരാറുണ്ടായിരുന്നുള്ളൂ. എന്നങ്ങനെയല്ല. ഇന്ന് എസ്പെഷ്യലി കോവിഡിന് ശേഷം കുട്ടികൾ, അല്ലെങ്കിൽ യുവാക്കൾ പ്രത്യേകിച്ചും നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടും ഗൂഗിൾ നോക്കിയിട്ടും ഈ മൈൻഡ് എന്താണ്, മെൻ്റൽ ഹെൽത്ത് എന്താണ്, ഒരു വ്യക്തിക്ക് സന്തോഷമില്ലാതാവുന്നത് എന്തുകൊണ്ടാണ് സങ്കടം മാത്രം വരുന്നത്, എന്തുകൊണ്ടാണ് ടെൻഷൻ അഭൂതപൂർവ്വമായി അകാരണമായ ടെൻഷൻ എന്തുകൊണ്ട് വരുന്നു, എന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല, അങ്ങനെ ഇതെല്ലാം മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഞാൻ വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വയം കണ്ടെത്തിക്കൊണ്ട് അവർ തന്നെ ഏകദേശം സെൽഫ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ഒരു ഓപ്പൺ ടോക്കൺ തയ്യാറായി വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിഭാഗം ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത്, ലോജിക്കലായിട്ട് തിങ്ക് സമയത്ത്, ഫ്രീ തിങ്കേഴ്സായിട്ട് വരുന്ന സമയത്ത് മറ്റൊരു വിഭാഗം ഒരു സ്ഥലത്തുണ്ട്. ഈ മൈൻഡുമായി ബന്ധപ്പെട്ട പേടി, ഇത്തരം ആശങ്കകൾ, ഇത്തരം കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കമില്ലായ്മ, പേടി, ടെൻഷൻ, സങ്കടം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ശാസ്ത്രീയമായൊരു പ്രശ്നമാണ്, മൈൻഡിൻ്റെ പ്രശ്നമാണ് എന്ന് അറിയാതെ ഇവർ എന്താ പറയുക, മന്ത്രവാദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആഭിചാരം അല്ലെങ്കിൽ അന്ധവിശ്വാസം ആ ലെവലിലേക്ക് പോയി, പ്രേതം, പിശാചി എന്നുള്ള ലെവലിലേക്കൊക്കെ ഇതിനെ കണക്കാക്കുന്ന ഒരു ലെവലിലേക്കും പോകുന്നതായിട്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരെ ഒന്ന് കൺവിൻസ് ചെയ്ത് മുന്നോട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ ശാസ്ത്രബോധത്തിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. പക്ഷേ അവർ സമ്മതിച്ചു തരില്ല. ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ, അന്ധവിശ്വാസികൾ, അവരൊരിക്കലും ശാസ്ത്രം സമ്മതിച്ചു തരില്ല. അവർക്കെല്ലാം ഈ വിശ്വാസങ്ങൾ, ദൈവം, പ്രേതം എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനൊരു തികഞ്ഞ അവിശ്വാസി എന്നല്ല, പക്ഷേ ശാസ്ത്രബോധമുള്ളൊരു വിശ്വാസിയാണ് ഞാൻ. ലോജിക്കൽ തിങ്കർ, ഒരു ഫ്രീ തിങ്കർ എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റ്, ഒരു നല്ലൊരു സൈക്യാട്രിസ്റ്റ്, ഒരു നല്ലൊരു കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അത്തരം ലോജിക്കലി ഒരു വ്യക്തിയെ കൺവേർട്ട് ചെയ്ത്, ലോജിക്കലി ഒരു വ്യക്തിയെ സയൻറ്റിഫിക് തോട്ട്സ് ഇമ്പാർട്ട് ചെയ്ത്
അവരെ ഇത്തരം കാര്യങ്ങളിൽ അവയർനെസ് കൊടുത്തുകൊണ്ട് ഇവരെ പല ടെക്നിക്കുകളിലൂടെയും നമ്മൾ ട്രീറ്റ് ചെയ്ത് അവരെ ഒരു ശരിക്കും രീതിയിലൊരു ഇമാൻസിപ്പേഷൻ, ഒരു വിമോചനമാണ് ശരിക്കും ഈ മനസ്സിൻ്റെ ഈ പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ അവർക്ക് മുക്തരാക്കി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളുടെ ഓപ്പോസിറ്റാണ് സങ്കടത്തിൻ്റെ സ്ഥാനത്ത് സന്തോഷം, പിന്നെ ടെൻഷൻ്റെ സ്ഥാനത്ത് നമുക്കൊരു സമാധാനം, പേടിയുടെ സ്ഥാനത്ത് ധൈര്യം, അങ്ങനെ ഒരു താല്പര്യക്കുറവിൻ്റെ സ്ഥാനത്ത് നല്ല ഉന്മേഷം, ഉത്സാഹം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അത്യപൂർവമായ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ശാഖയാണ് ഈ ക്ലിനിക്കൽ സൈക്യാട്രി, സൈക്കോളജി, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ജോലി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എത്ര സംസാരിച്ചാലും നമുക്ക് തീരാത്ത അത്രയും വിഷയങ്ങൾ ഞാൻ ഇനി യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചെമ്പത്ത് എന്നുള്ള ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇൻപുട്ടുകൾ നിങ്ങൾ തരണം. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്പ്ലേ ചെയ്യാം. എൻ്റെ വെബ്സൈറ്റ്, വാട്സാപ്പ് നമ്പർ, എൻ്റെ ഇൻസ്റ്റ ID ഇതെല്ലാം ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ തന്നെ മറ്റുള്ള യൂട്യൂബ് ചാനലുകളുടെ എൻ്റെ ലിങ്കും അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ എൻ്റെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു യുവർ ഫാമിലി കൗൺസിലർ ചാനലായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരുപാട് മൈൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഒപ്പം തന്നെ സോഷ്യോ കൾച്ചറൽ രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റിയിൽ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം അവെയറാണ്, ഏതെല്ലാം രീതിയിലുള്ള കൗൺസിലിംഗാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്, എന്തെല്ലാം രീതിയിലുള്ള കൗൺസിലിംഗാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് എങ്ങനെ ആക്സസ് ചെയ്യാം നിങ്ങൾക്ക്, ഇങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ഇതൊരു ഇൻട്രോ മാത്രമായിട്ട് കണക്കാക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സന്തോഷം, സമാധാനം എല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയിലുള്ള നമ്മുടെ മൈൻഡിൻ്റെ ഫാക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ റിജുവിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എങ്ങനെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കും, നഷ്ടപ്പെട്ടു പോയ ഊർജ്ജവും ആർജവും വീര്യവും എല്ലാം എങ്ങനെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിൻ്റെ ശക്തി ആർജിക്കുന്നതിലൂടെ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മളിനി വരുന്ന വീഡിയോസിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ഇന്ന് നേരിട്ട് വന്ന് കാണാം. എൻ്റെ ഈ കൊടുക്കുന്ന നമ്പറിലും ഡീറ്റെയിൽസിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ പുതിയ ചാനലിൻ്റെ ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഗംഭീരമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക, അങ്ങനെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലൈവ് പ്രോഗ്രാംസും, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസും, നമുക്ക് എന്താ പറയുക, നിങ്ങളുടെ സംശയങ്ങൾ ലൈവായിട്ട് നിവാരണം ചെയ്യുന്ന പ്രോഗ്രാമുകളും എല്ലാം നമുക്ക് പിന്നീട് കൊണ്ടുവരാം. ആദ്യം ഈ ചാനൽ ഡെവലപ്പ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താലും കൂടെ നമ്മൾ നല്ല രീതിയിലേക്ക് ആണ് ഈ ചാനൽ കൊണ്ടുപോകാനും, ഈ നല്ല രീതിയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആത്മാർത്ഥമായിട്ട് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു ദിവസം വരും. നമ്മുടെ സമൂഹത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാതെ നമ്മുടെ സമൂഹം, എല്ലാവരും, സമൂഹത്തിലെ ഓരോ ആൾക്കാരും, ഓരോ വ്യക്തികളും, ഓരോ കുടുംബവും, ഓരോ സൊസൈറ്റിയിലുള്ള ഓരോ ആൾക്കാരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായി വൃത്തിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് യുവർ ഫാമിലി കൗൺസിലർ അഭിലാഷ് ചെമ്പത്ത് ഇരിക്കുന്നത്. അപ്പോൾ മൈൻഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞാൻ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഗംഭീരമായ മറ്റൊരു കണ്ടന്റുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. ഇനി മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം. എൻ്റെ ടൈമിനും അവൈലബിലിറ്റിക്കും അനുസരിച്ച് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി, രസകരമായിട്ട് പുതിയ കണ്ടന്റുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരേക്കും ടാറ്റ. ഒരു കോമേറ്റ് നമുക്ക് പിരിയാം. ഓൾ ദി ബെസ്റ്റ്.